Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer എല്ലാം കഴിഞ്ഞോ? Yes. Prayer, thought for the day, signing എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യായിരുന്നു. ഓക്കെ. റെസ്പോൺസ് ഒന്നുമില്ലല്ലോ, എന്ത് പറ്റി? അറിയില്ല മാം, ഞാൻ ഇപ്പൊ കേറിയതുള്ളൂ. കഴിഞ്ഞൊന്നും അറിയില്ല. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറയൂ. ഇല്ല മാം, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതെന്ത് പറ്റി? പ്രയർ ചെയ്യാൻ പാടാം. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, we worship, we astray, guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful. Thank you, Miss. മിസ്, ഞാൻ ഒരു കാര്യം വേഗം ചോദിച്ചോട്ടെ. ഫോണ് ചാർജില്ല, സ്വിച്ച് ഓഫ് ആയി പോകും. ഇവിടെ കംപ്ലൈന്റ് ആ ഫോൺ, അതുകൊണ്ടാണ്. മിസ്സെ, ഞാൻ 4ാമത്തെ റെക്കോർഡ് ഫുൾ വരയിടാത്തായിരുന്നു എഴുതണമെന്ന് മിസ് പറഞ്ഞു. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഞാൻ വൺ സൈഡ് വരയും അല്ലാതെ അങ്ങനത്തെ എഴുതിയ. കുഴപ്പമുണ്ടോ മിസ്? ഇല്ല, ഫോർത്ത് റെക്കോർഡിൽ നമുക്ക് കുറെ പിക്ചേഴ്സ് വരയ്ക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം വരയുടെ മുകളിലൂടെ പിക്ചേഴ്സ് വരയ്ക്കുക അല്ലെങ്കിൽ ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി പോകും, അതുകൊണ്ട്. ഓക്കെ, സോ പ്രേയർ കഴിഞ്ഞു. തോട്ട് ഫോർ ദ ഡേ സൈനിങ് ഒന്നുമില്ല. Signing Parama. Yes. Good afternoon, everyone, and welcome to today's live class. It is wonderful to see you all joining. We are excited to dive into today's lesson with Disha ma'am. Please feel free to ask a question anytime, and let's make this productive and engaging learning section together. Thank you, ma'am. Okay. മാം, എൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് മാം. മീൻസ് ഓഫ്ലൈനിൽ അറ്റൻഡ് ചെയ്യുന്നവർ ചോദിക്കാനും പറഞ്ഞത്. ആക്ച്വലി മാം, ഡ്യൂ ഡേറ്റ് തന്നിട്ടില്ല അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ. ബട്ട് ഇപ്പൊ ഡ്യൂ ഡേറ്റിനെ മാതിരി ഉണ്ട് തോന്നുന്നു. അവര് മലയാളത്തിൽ എന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അത് അറിയൂല. അപ്പൊ അവര് പറഞ്ഞ അതില് കൊറാള് ഇപ്പൊ വൈകിട്ട് ഞമ്മ കൊറാള് വൈകിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവര് സീനു ആക്കിയിട്ട് പിന്നെ മാർക്ക് ലെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രശ്നമുണ്ടോ മാം, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് അയക്കുന്നതുകൊണ്ട്? അത് പ്രശ്നമില്ല. ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ? യെസ് മാം. ഓക്കെ. സോ എന്തായാലും നിങ്ങളുടെ ബാച്ചിന്റെ അല്ലേ 4th പ്രാക്ടിക്കൽ സെഷൻ? ഓക്കെ, ഞാൻ അതും കൂടെ കണക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പറയാം. പ്രാക്ടിക്കൽ സെഷന് വരുന്ന സമയത്ത് അവിടെ വെച്ച് വൈവ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് അവിടെ വെച്ച് വൈവ അറ്റൻഡ് ചെയ്യാം. കാരണം നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവ സ്റ്റാർട്ട് ചെയ്യാം. വൈവ മോണ്ടിസോറിയുടെ വൈവ പ്രത്യേകിച്ചും പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തതായിരിക്കും. തിയറിയേക്കാളും പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാ. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു പക്ഷേ എന്നല്ല, ഇപ്പൊ 8th ബാച്ചിന് എക്സാം അടുത്ത മാസമാണ്. പക്ഷെ അവർക്ക് ഈ 22nd തുടങ്ങും വൈവ സ്റ്റാർട്ട് ചെയ്യും. കാരണം അവരുടെ പ്രാക്ടിക്കൽ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കഴിയുമ്പോൾ തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാനുള്ള വർക്കുകളെല്ലാം വേഗം കംപ്ലീറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞത് കേട്ടോ. കാരണം പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോൾ വൈവ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കും. വൈവയുടെ സ്ലോട്ട് വൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അസൈൻമെന്റ് ഒന്നും ആ ഒരു ക്ലാസ് റൂമിലും അതുപോലെ തന്നെ ഒരു വാട്സപ്പ് നമ്പർ ക്ലാസ് റൂമിൽ പറ്റാത്തവർക്ക് തന്നിട്ടുണ്ടല്ലോ, അതിലും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? 5 റെക്കോർഡ്സും നമ്മുടെ വൈവയുടെ സമയത്തിന് കംപ്ലീറ്റ് ചെയ്യണോ? അതെ. നിങ്ങൾക്ക് 5th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ലേ?
10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് കിട്ടിയോ? 10 ക്വസ്റ്റ്യൻ ഒരുമിച്ചുള്ളത്. നോ മാം. ഓക്കെ, അത് ഞാൻ ഇന്ന് തരാം. ഓക്കെ, അപ്പൊ നമ്മള് വൈവ ആകുമ്പോൾ നമ്മളുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കണം. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ വൈവ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് എക്സ്ക്യൂസ് പറഞ്ഞ് അത് ഡിലേ ആക്കാൻ പറ്റില്ല. കാരണം ഡിലേ ആകും തോറും കോൺവെക്കേഷൻ സെറമണി ഡിലേ ആകും, സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും കിട്ടാനായിട്ട് വൈകും. ഒരാള് ഇഷ്യൂ പറയുമ്പോഴേക്കും പിന്നെ അത് ബാക്കിയുള്ളവരുടെ എല്ലാം ബാധിക്കും. അതുകൊണ്ട് പ്രാക്ടിക്കൽ സെഷൻ കഴിയുന്നതേ എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക വൈവയ്ക്ക് വേണ്ടിയിട്ട്. പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളെല്ലാം വേഗം കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇപ്പൊ സബ്മിറ്റ് ചെയ്ത് അസൈൻമെന്റിൽ പ്രശ്നമില്ലല്ലോ മാം? അവര് സബ്മിറ്റ് ആയത് ഓക്കെ. വൈവയുടെ സ്ലോട്ട് ഷെഡ്യൂൾ ഇടാൻ തുടങ്ങുമ്പോൾ പിന്നെ ആരും ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ്, ഇപ്പോ പ്രാക്ടിക്കൽ സെഷൻ 4-ാം തീയതി വിചാരിച്ചോ, ഒക്ടോബർ 20-ാം തീയതി തുടങ്ങി നിങ്ങൾക്ക് വൈവയുടെ സ്ലോട്ട് തുടങ്ങുവാണെങ്കിൽ ആ ഒക്ടോബർ 20-ന് മുമ്പ് വരെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ആരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ട. ഇനി എന്ന് കരുതിയിട്ട് സബ്മിറ്റ് ചെയ്യാത്ത അസൈൻമെന്റിന്റെ മാർക്ക് കുറയും എന്നല്ല, വൈവയ്ക്ക് വരുമ്പോൾ ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരണം. പെൻഡിങ് ആയിട്ടുള്ള അസൈൻമെന്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ആ ടൈമില് കയ്യിലുണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷെ കഴിഞ്ഞ മാസം 22nd സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് പോലും ഇപ്പോഴും ഹാൻഡിനായിട്ട് തന്നെയാണ് കിടക്കുന്നത്, മാർക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കൽ അപ്ഗ്രഡേഷൻ വന്നപ്പോൾ നമുക്ക് ഇത് നോക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ചില ക്ലാസ്സുകളിലെ പറഞ്ഞോളൂ എന്ന് തോന്നുന്നു, സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള പെൻഡിങ്ങിന്റെ എല്ലാ മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യാൻ പറ്റാത്തത് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഇതുപോലെ തന്നെയാണ്, നോക്കിയിട്ടില്ല. അത് നോക്കാം, വാട്സാപ്പിലുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കോട് കൂടി ഇതുവരെ സബ്മിറ്റ് ചെയ്ത എല്ലാ അസൈൻമെന്റിന്റെ മാർക്കും കിട്ടും. കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി എന്നോടൊന്ന് എനിക്കൊരു മെസ്സേജ് ഇടുക, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. പിന്നെ പറഞ്ഞല്ലോ, വൈവ സ്ലോട്ട് ഇടാൻ തുടങ്ങുമ്പോൾ അസൈൻമെന്റുകൾ ഒന്നും പിന്നെ സബ്മിറ്റ് ചെയ്യരുത്. പിന്നെ അസൈൻമെന്റ് മാത്രമാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത സർവേ സബ്മിറ്റ് ചെയ്യേണ്ട, റെക്കോർഡുകളുടെയും ഫോട്ടോ ഇമേജ് ഒക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആക്ടിവിറ്റീസ് ചെയ്തതിന്റെ പിക്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട. പിന്നെ ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് തരുന്നു പറഞ്ഞു, ആ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യേണ്ട. കാരണം 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറേ പേജസ് ഉണ്ടാവും. ഓരോരുത്തരും ഇങ്ങനെ അത് ഫുള്ള് സബ്മിറ്റ് ചെയ്യാൻ അത് വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അറ്റ് ദ ടൈം ഓഫ് വൈവ ആ ഒരു അസൈൻമെന്റിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ചോദിച്ചാലും അത് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. നമുക്ക് ഏത് പോർഷൻ ചോദിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. 10 ക്വസ്റ്റ്യൻസ് ആണ്. ആ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് ഒരു നോട്ട്ബുക്കിലായിട്ട് എഴുതണം കേട്ടോ. ഒരു ചെറിയ നോട്ട്ബുക്ക്, ആ ഒരു നോട്ട്ബുക്ക് തന്നെ അതിന് അസൈൻമെന്റ് ബുക്കിൽ തന്നെ എഴുതാമല്ലോ, അതൊരു നോട്ടിലായിട്ടാണ് നമ്മളൊക്കെ അസൈൻമെന്റ് ബുക്ക്. അല്ല, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു അസൈൻമെന്റ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ചെറിയ നോട്ട്ബുക്ക് അതിന് മാത്രമായിട്ടൊന്ന് കരുതാനായിട്ട്. കാരണം ഒരുമിച്ച് എഴുതേണ്ടതാ. യെസ് മാം, ഈ ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് മറ്റേ ഓരോ ഏജിന്റെ ഡെവലപ്മെന്റ് ഒരു സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ ആ ബുക്ക് എനിക്ക് ഞാൻ അത് എഴുതിയപ്പോ കുറെ പേജിൽ വന്നിട്ടുണ്ട്. ഒരു ബുക്ക് തന്നെ അതിന് വേണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു മറു സൈഡിൽ അസൈൻമെന്റ്സ് എഴുതിയാൽ മതിയോ? ഞാൻ ബുക്ക് പറഞ്ഞത് നിങ്ങളുടെ കോഴ്സിന്റെ റിലേറ്റഡ് ആയിട്ട്, കോഴ്സിൽ സബ്മിഷനോ അങ്ങനെ ആക്ടിവിറ്റിയിലോ പെടുന്നതല്ല. നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നാളെ ജോബ് ചെയ്യാൻ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലി ഓൾറെഡി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നാളെ ഒരു എന്താ പറയുക ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ കുറിച്ചുള്ള അസസ്മെന്റ് നിങ്ങൾക്ക് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ചിലപ്പോൾ ആ ഒരു ബുക്ക് പോരാതെ വരും. അവരുടെ ഓരോ ഏജിലും അവർ കാണിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് നമുക്കൊരു അസസ്മെന്റ് ടൂളായിട്ട് അത് യൂസ് ചെയ്യാം. ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് പറ്റും, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. കുട്ടിയെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ കാണിക്കണം. ചില തെറാപ്പിയൊക്കെ ചെയ്ത് ചിലപ്പോൾ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെന്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക്
ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി നമുക്കത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബുക്ക് നിങ്ങളോട് കയ്യിൽ കരുതാൻ പറഞ്ഞത്. അത് ത്രൂ ഔട്ട് യുവർ ലൈഫ് ജേർണിയിൽ ആ ബുക്ക് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. നോട്ട് റിലേറ്റഡ് വിത്ത് നമ്മുടെ കോഴ്സിനെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒന്നുമായിട്ടും റിലേറ്റഡ് അല്ല കേട്ടോ അത്. ഓക്കെ, ക്ലിയർ ആയോ? Okay. Ma'am, Ma'am, what happened to your practical- hand, ma'am? What happened to your hand? എന്റെ റിസ്റ്റിന്റെ ഉള്ളൊരു പെയിൻ. അപ്പോ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കൈ മലർത്താനൊന്നും പറ്റുന്നൊന്നുമില്ല. അങ്ങനെ വന്നപ്പോ ഡോക്ടർ മെഡിസിൻ തന്നിട്ടൊന്നും പെയിൻ മാറുന്നില്ല. അപ്പോ ഡോക്ടർ പറഞ്ഞു അനങ്ങാതെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു ബാൻഡേജ് കിട്ടി എന്നെ ഡോക്ടറെ പറഞ്ഞു വിട്ടു. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഞാനതങ്ങ് ഊരി മാറ്റൂട്ടോ. അങ്ങനെ നമുക്ക് റൈറ്റ് ഹാൻഡ് അല്ലേ, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലാത്ത സമയത്തൊക്കെ ഞാനത് കെട്ടിവെക്കും. പക്ഷെ ഇപ്പൊ ഇത്തിരി ഭേദമുണ്ട്. വേദന അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ മാം. വൺ മോർ മാം, പിന്നെ ഒന്ന് സെമിനാർ എല്ലാരും ഒരു സെമിനാർ എടുത്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. അപ്പൊ ഓഫ്ലൈൻ നോക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും പ്രാക്ടിക്കൽ സെഷനില് പി ജിക്കാർക്ക് ഒരു സെമിനാറിനൊരു സെഷൻ ഉണ്ട് 100 മാർക്കിന്റെ. അപ്പൊ പി ജി ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾക്ക് പി ജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ? ഇല്ല, നിങ്ങളുടെ പി ജിയുടെ ക്ലാസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പി ജി എടുത്തിട്ടുള്ളവര് ക്ലാസ്സില് ആ ടോപ്പിക് റിലേറ്റഡ് മോഡ്യൂൾ 4, 5 റിലേറ്റഡ് ഒരു സെമിനാർ ക്ലാസ്സിൽ എടുക്കണം. അപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ തന്നെ വാല്യൂ ചെയ്ത് മാർക്ക് ഇടും. ഇനി നമുക്ക് ചിലപ്പോൾ ലിമിറ്റഡ് ടൈം ആയിരിക്കും കിട്ടുക. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ക്ലാസ് റൂമിൽ സെമിനാർ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ചെയ്യിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക് ആ 4, 5 മോഡ്യൂളിലെ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊരു സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വൈവയ്ക്ക് വരുമ്പോൾ നമ്മളൊരു 2 മിനിറ്റ്സ് സമയം തരും. ആ സമയത്ത് വൈവയിൽ പ്രസന്റ് ചെയ്യണം. പിന്നെ നമ്മൾ അല്ലാതെ ക്ലാസ്സിൽ അല്ലാതെ സെമിനാർസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റഡാ. അത് മാർക്ക് ബേസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? പി ജിക്കാർക്ക് കമ്പൽസറി ആയിട്ട് സെമിനാർ ചെയ്യും. ഡിപ്ലോമക്കാര് ഏതായാലും ഒന്നും എടുക്കണമെന്നേ പറഞ്ഞിട്ടുണ്ടായി മാം. ഈ പി ജിക്കാർക്ക് എന്തായാലും ഉണ്ടാവും. ഡിപ്ലോമക്കാര് ഒരു സെമിനാർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവര് അങ്ങനെ ഡിപ്ലോമക്കാർ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുന്നുണ്ട് മാം, ഓഫ്ലൈൻ കേൾക്കുന്നവര്. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ബയോഡേറ്റയിലെ പ്രൊഫൈലില് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനോ, നിങ്ങൾക്ക് ഈ അസസ്മെന്റ് ടൂളിന്റെ കാര്യം അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നിങ്ങൾ സെമിനാർ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെലൻ കെല്ലറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടാകാം, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ച് ചെയ്തിട്ടുണ്ടാകാം, അങ്ങനെ പല പല സെമിനാർസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാകാം. ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർ ചെയ്തിട്ടുണ്ടാവില്ല, സെമിനാർ റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതെല്ലാം നമുക്ക് നമ്മളുടെ ബയോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലാസ്സിൽ കയറാത്തവരോട് പറയൂ, നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ക്ലാസ്സിൽ ഞാൻ ഓരോന്ന് പറയുമല്ലോ. ഇപ്പൊ 10 ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് ഒരു ബ്രീഫ്, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട്. അത് ഞാൻ പല ബാച്ചുകളിലും ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് എടുപ്പിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ചെയ്തിരുന്നു ഹെലൻ കെല്ലർ ചെയ്തു. ഹെലൻ കെല്ലർ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? നമുക്ക് നമ്മളുടെ ആ 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റിൽ 5 ടീച്ചർമാരെ കുറിച്ച് എഴുതണം. ഈ 5 ടീച്ചർമാര് അതിൽ ഒരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ബാക്കി 4 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. ഹെലൻ കെല്ലറുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ആനി സെലവൻ എഴുതാം. ഡോക്ടർ സി രാധാകൃഷ്ണൻ, നമ്മുടെ ടീച്ചേഴ്സ് ഡേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയിലാണല്ലോ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. APJ അബ്ദുൽ കലാം, ഓക്കെ, ഇവരൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ, പിന്നെ സർ ഐസക് ന്യൂട്ടൺ, കൺഫ്യൂഷ്യസ്, സോക്രട്ടീസ്, പിന്നെ ബ്രെയിൻലി, ഇവരെല്ലാവരും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരായിരുന്നു. അപ്പൊ ഇവരെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് എഴുതിയ മിനിമം 5 ടീച്ചേഴ്സിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പൊ എന്തായാലും അസൈൻമെന്റിൽ നമ്മൾ ആ ടീച്ചർമാരെ കുറിച്ച് എഴുതുകയാണ്. അപ്പൊ നമുക്കത് ക്ലാസ് റൂമിൽ ഒരു സെമിനാർ പോലെ കണ്ടക്ട് ചെയ്യാം. ചിലര് ഒറ്റയ്ക്ക് ചെയ്തു, ചിലർ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഇസ് അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത്. അപ്പൊ അത് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. അങ്ങനെ നമ്മൾ എടുക്കുന്ന സെമിനാർ എന്ത് തന്നെയായാലും, ഇപ്പൊ വേൾഡ് ന്യൂട്രീഷൻ ഡേയെ കുറിച്ചാണോ നിങ്ങൾ സെമിനാർ എടുക്കുന്നത്, ക്ലാസ്സിൽ എന്തിനെ പറ്റിയെങ്കിലും നിങ്ങൾ സെമിനാർ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അത് ഡിപ്ലോമക്കാരാണെങ്കിലും ശരി, PG ആണെങ്കിലും ശരി. നമ്മുടെ ബയോഡേറ്റയില് നമുക്ക് ഈ ഒരു സെമിനാർ ഞാൻ എടുത്തിട്ടുണ്ട്, അങ്ങനെ സെമിനാർ സ്റ്റേക്കൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എടുക്കുന്ന ടോപ്പിക് അതുപോലെ നല്ലൊരു ടോപ്പിക് ആയിരിക്കണം. നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ
അവർക്ക് നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ ലോഞ്ചിനൊക്കെ പോകുമ്പോഴേക്കും. ചെയ്യാത്ത കാര്യം ആരും എടുക്കരുത്. പക്ഷേ ക്ലാസ്സിൽ കയറാത്തവർക്ക് നല്ലൊരു ടോപ്പിക് എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് അതൊരു റിപ്പോർട്ടായിട്ട് കയ്യിൽ സൂക്ഷിച്ചിട്ട് അവർക്കും അവരുടെ ബയോഡേറ്റയിൽ ഇങ്ങനെ സെമിനാർസ് എന്നുള്ളതിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഒരു കാര്യം പ്രാക്ടിക്കലിന് വരുമ്പോ നമ്മൾ ചെയ്ത വർക്കൊക്കെ കൊണ്ടുവരണോ? ചെയ്ത വർക്ക് കൊണ്ടുവരണ്ട, ക്യാരി ചെയ്യാൻ പറ്റുന്നത് മാത്രം, അസൈൻമെന്റ്സും റെക്കോർഡും മാത്രം, സർവേ റിപ്പോർട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സൈൻ ചെയ്ത് സീൽ ചെയ്ത് കൊണ്ടുപോകും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം, ഇപ്പൊ എക്സാമിന്റെ ടൈം ടേബിൾ വന്നല്ലോ, ഫൈനൽ ടൈം ടേബിൾ വന്നല്ലോ. അപ്പൊ ഡിസംബറിലാണ്, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഡിസംബർ ലാസ്റ്റ് ആണ് ശരിക്കും ഡേറ്റ് വരുന്നത്. അപ്പൊ ഇൻ കേസ് സിറ്റുവേഷൻ അറിയില്ല, അപ്പൊ ഇൻ കേസ് ആ ഒരു ഡേയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സാം മിസ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക അറിയത്തില്ല. ഡിസംബർ ലാസ്റ്റാ വരുന്നത്, എന്നാലും ഒരു പേടി. ഓക്കെ. എന്തായാലും നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആദ്യമേ തന്നെ നമുക്ക് ഹോപ്പ് ചെയ്യാം. എന്നാലും എന്തെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എഴുതാം. നെക്സ്റ്റ് മന്തിലാവുന്നേ ഉള്ളൂ. ജനുവരിയിൽ ഏതാണല്ലേ? അതെ, ഓരോ ബാച്ച് ഓരോ മന്തിലായിട്ടാണ് വരുന്നത്. ഈ ഒക്ടോബർ മന്തിൽ 8th ബാച്ച് വരും. പിന്നെ എന്താ പറയാ, നവംബറിൽ 9 വരുന്നുണ്ട് നിങ്ങളുടേത്. ഡിസംബർ, അങ്ങനെ എല്ലാ മന്തിലും ഓരോ ബാച്ചിന്റെ എക്സാംസ് എന്തായാലും വരുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു. അപ്പം എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് വൈവയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പെൻഡിങ് വർക്ക്സ് ഒക്കെ ദിവസവും ഒരു 20-30 മിനിറ്റ്സ് സ്പെയർ ചെയ്ത് അത് കണ്ടെത്തി ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. 4th വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യുക. ടെൻഷൻ വേണ്ട. പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലേ? ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ ആണ് ഒരു സ്പ്ലിറ്റപ്പ്. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് അതായത് ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്ക് പ്ലസ് വൈവയ്ക്ക് 50 മാർക്ക്. വൈവ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓവറോൾ നിങ്ങൾ ആ വൈവയിൽ കാണിച്ചിട്ടുള്ള പെർഫോമൻസ്. പിന്നെ ചിലര് ക്ലാസ്സിലും പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വൈവയ്ക്ക് മാർക്ക് ഇടുന്നത്. അപ്പൊ 50 മാർക്ക് വൈവ, 50 മാർക്ക് ടീച്ചിങ് പ്രാക്ടീസ് ആണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർക്ക് എന്ന് കരുതിയിട്ട് മാർക്ക് കുറയില്ല. പക്ഷേ നമ്മൾ ആ വൈവയില് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊടുത്തിട്ട് അവരോട് ഇമാജിനറി ക്ലാസ് റൂം സെറ്റ് ചെയ്ത് അവരോട് ക്ലാസ് എടുക്കാനായിട്ട് പറയും. ഓക്കെ, അതിപ്പോ ഒരു കുട്ടികൾക്ക് ഒരു ആക്ഷൻ സോങ് കാണിച്ചു കൊടുക്കുക, റൈം, സ്റ്റോറി നറേഷൻ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കുന്നതായിട്ടോ ക്ലാസ് എടുക്കുന്നതായിട്ടോ, ദാറ്റ് ഈസ് അപ് ടു യു. അതെന്തായാലും ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെയാണ് അവർക്ക് മാർക്ക് ഇടുന്നത്. പിന്നെ അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. എല്ലാ കുട്ടികളും നല്ലപോലെ വർക്ക് ചെയ്ത കുട്ടികൾ സാധാരണ കാണിക്കുന്നത് എന്താണെന്നറിയോ? അവരാ ഇരിക്കുന്ന റൂമിൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ടേബിളിന്റെ പുറത്തോ ബെഡിലോ എല്ലാം നിരത്തി വെച്ച് നമ്മളെ വീഡിയോ കാണിച്ചു തരും. കാണണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രയും എഫേർട്ട് എടുത്താലും ഇങ്ങനെ കാണിച്ചു തരും. ഹാങ് ചെയ്തിടാൻ പറ്റുന്നതൊക്കെ ഹാങ് ചെയ്തിട്ട്, നമ്പർ ചാർട്ട്, പിക്ചർ ചാർട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ചാർട്ടിൽ ചെയ്തതൊക്കെ അങ്ങനെ ഹാങ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടാവും. ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, അങ്ങനെ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട് 100 മാർക്കിന്റെ. അവർ ചെയ്തത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എത്ര എഫേർട്ട് എടുത്തു, എത്ര മാർക്ക് കൊടുക്കാന്നുള്ളത്. അത് കൊടുക്കും. 2 സെഷൻസ് കഴിഞ്ഞു 200 മാർക്കിന്റെ. നെക്സ്റ്റ് മോണ്ടിസോറി അപ്പാരറ്റസ്. അത് പ്രാക്ടിക്കൽ സെഷന് വരുമ്പോഴാണ് നിങ്ങൾ മോണ്ടിസോറി അപ്പാരറ്റസ് ഫെമിലറൈസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ അത് ചെയ്തു നോക്കൂ. അത് കൂടാതെ തന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പം വരുന്ന തിയറി ക്ലാസ്സിന്റെ സമയത്തൊക്കെ അവര് ഡെമോ ക്ലാസ്, അതായത് ഓരോ മെറ്റീരിയലും എങ്ങനെയാണ് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മോണ്ടിസോറി അപ്പാരറ്റസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ ഉടനെ വൈവ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് 100 മാർക്ക് വരും. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്, അതായത് സർവേ റിപ്പോർട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അസൈൻമെന്റ് എഴുതിയതും സർവേയും കൂടെ നോക്കിയിട്ട് അതിന് മാർക്ക് ഇടും 100-ല്. പിന്നെ റെക്കോർഡ്, 5 റെക്കോർഡ്. ഒരു റെക്കോർഡിന് 20 മാർക്സ് വെച്ചിട്ട് 5 റെക്കോർഡിനും കൂടി 100 മാർക്സ് വരും.
ഈ 100 മാർക്സ് റെക്കോർഡ് നമ്മൾ റെക്കോർഡിനെ ഏതെങ്കിലും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടോ, കോപ്പി പേസ്റ്റ് ആണോ, തന്നെത്താനെയാണോ സ്റ്റോറി റൈമൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ മനസ്സിലായി അതിനനുസരിച്ച് അതിന് മാർക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ PGക്കാർക്കാണ് ഒരു സെമിനാർ എക്സ്ട്രാ വരുന്നത്. ഇത്രയുമാണ് വൈവയുടെ ബേസ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് വൈവയുടെ മാർക്ക് ഇടുന്നത്. പലരും തിയറി പഠിച്ച് മാം പ്രാക്ടിക്കലിന് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ക്ലാസ്സിൽ ഓൺലൈനായിട്ട് കാണിക്കുമോ അതിന്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഓൺലൈൻ കഴിഞ്ഞിട്ടേ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ 4th എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് ഡെമോ ക്ലാസ് കഴിയും. അതിന് മുമ്പ് 4th നിങ്ങൾ വരുന്നതിന് മുമ്പ് 4th സാറ്റർഡേ അതിന് ഏറ്റവും മുമ്പുള്ള അതിന്റെ തൊട്ട് മുന്നിലുള്ള വ്യാഴാഴ്ച നൈറ്റില് ഒരു 1.5 hours മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കൽ. ആ മോഡ്യൂൾ 3നെ കുറിച്ചുള്ള ഒരു റിഫ്രഷിംഗ് സെഷൻ ഞാൻ എടുക്കും. അപ്പൊ അതും കൂടെ കഴിഞ്ഞ് ഡെമോ ക്ലാസ്സും കഴിഞ്ഞ റിഫ്രഷിംഗ് സെഷൻ മോഡ്യൂൾ 3നെ കുറിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുവിധം മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ നേരിട്ട് വന്ന് അത് തന്നെത്താനെ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി ആകും. ഓക്കെ, വരാൻ പറ്റാത്തവർക്ക് ഓരോ മെറ്റീരിയലും ചെയ്യുന്നതിന്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് വരുന്നവർ ഷെയർ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ അവർക്കും ഐഡിയ കിട്ടും. കാരണം വൈവയിൽ നമ്മൾ ചോദിക്കുമല്ലോ മെറ്റീരിയൽസിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഓൺലൈൻ ആയിട്ടുള്ള സെഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ഓഫ്ലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പറവൂര് അത് എവിടെയാണ് സെന്റർ ഒന്ന് പറയാമോ? പ്ലേസ് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? അയച്ചു തരും. അത് ഗൂഗിൾ മാപ്പിൽ അതിന്റെ ലൊക്കേഷൻ അയച്ചു തരും. അത് പറവൂർ ടൗണിൽ തന്നെയാണ്. അതായത് ചേന്ദമംഗലം ജംഗ്ഷനിലാണ് നമ്മളുടെ ഓഫീസ്. അവിടെ വെച്ചിട്ടാണ് പ്രാക്ടിക്കൽ സെഷൻ നടക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിന്നും ഒരു 3 kilometers മാറിയിട്ടാണ്. പാലിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേന്ദമംഗലം. നമുക്കിവിടെ പട്ടാമ്പിന്നൊക്കെ നോക്കുമ്പോ ഒരു 6-7 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അത്രയും ഉണ്ടാവും. പോയി വരാൻ. ലോങ് ഒക്കെ വരുന്നവരെ ട്രെയിനാണ്. ട്രെയിൻ ഫെസിലിറ്റി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് വരുവാണെങ്കിൽ. ഇനി തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിട്ട് വരും. അപ്പൊ തൊട്ടടുത്ത് വരുന്ന സ്റ്റേഷൻ ഏതാ മാം? ആലുവയാണ്. ട്രെയിനാണ് വരുന്നതെങ്കിൽ ആലുവയിൽ ഇറങ്ങണം. ആലുവ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്. ആലുവ പറവൂർ KSRTC സർവീസ് ആണുള്ളത്. അപ്പൊ അവിടെ നിന്ന് ആലുവ പറവൂർ ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നേരെ വരുമ്പോ ഒരു സിഗ്നൽ ഉണ്ട്, ചേന്ദമംഗലം ജംഗ്ഷൻ എന്നുള്ള സിഗ്നലിൽ ഇറങ്ങുക. നമ്മൾ ഇറങ്ങുന്നത് മിക്കവാറും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഇറങ്ങുന്നത് നമ്മുടെ ഓഫീസിന്റെ മുമ്പിലായിരിക്കും. ആ സിഗ്നലിന്റെ അതായത് ആലുവ സൈഡിൽ നിന്ന് വരുമ്പോ സിഗ്നലിന്റെ ബാക്കിലായിട്ട് ഒരു SNDP ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ്. അവിടെ ബിൽഡിങ്ങിന്റെ മുന്നിൽ തന്നെയായിട്ട് ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട് ഗ്ലാസ്. അതുപോലെ തന്നെ സിഗ്നലിന്റെ ഫ്രണ്ടിലും ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒരു ഈഴവ സമാജം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ വലിയൊരു ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ മാറിപ്പോരുന്നേ ഉള്ളൂ. ഒന്ന് സിഗ്നലിന്റെ ബാക്കിലും നമ്മൾ ആലുവയിൽ നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ശ്രീനാരായണ ഗുരു പ്രതിമയുടെ ഇറങ്ങും. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു സിഗ്നലുള്ള ജംഗ്ഷനാണ്, ചേന്ദമംഗലം ജംഗ്ഷൻ എന്ന് പറയും അതിനെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇനി ഞാൻ ആ 10 questions അസൈൻമെന്റ് ഡീറ്റെയിൽസ് തരാം. അപ്പൊ നിങ്ങളത് എഴുതാനായിട്ട്. ചോദിച്ചോട്ടെ മിസ്, ഞാൻ ഡിപ്ലോമ ആയിരുന്നു. അപ്പം നമുക്ക് സെമിനാർ എഴുതണമെന്ന് പറഞ്ഞല്ലോ, അത് അസൈൻമെന്റ് ബുക്കിൽ സെമിനാർ എഴുതിയിട്ട് അതിന്റെ അടുത്ത പേജില് റിപ്പോർട്ട് തയ്യാറാക്കുകയല്ലേ ചെയ്യേണ്ടത്? സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണതിന് ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. അസൈൻമെന്റ് ബുക്കിൽ തന്നെ ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ റിപ്പോർട്ട് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അതിന്റെ ഒരു എന്താ പറയാ ഒരു കാണാനും മീൻസ് അത് ഒരു അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി റഫ് ബുക്ക് യൂസ് ചെയ്യുന്ന പോലെ ആയി പോകൂലേ അസൈൻമെന്റ് ബുക്കിൽ തന്നെ എഴുതി വെക്കുമ്പോ. അപ്പം നമുക്ക് ഈ സെമിനാറിന്റെ റിപ്പോർട്ട് അപ്പം അവിടെ മാർക്ക് ചെയ്യുന്നതല്ലേ, മാർക്ക് ഇടുന്നൊന്നും അല്ലേ? അപ്പം സെമിനാർ ചെയ്യുന്ന മീൻസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. PGക്കാർക്ക് സെമിനാർ കമ്പൽസറി ആണെന്ന് പറഞ്ഞു. നിങ്ങൾ സെമിനാർ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അത് നിങ്ങളുടെ പെർഫോമൻസിൽ അതിന്റെ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ.
മാർക്ക് കിട്ടില്ല എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മാർക്ക് ഇടില്ല എന്ന് കരുതിയിട്ട് സെമിനാർ ചെയ്യാതിരിക്കരുത്. കാരണം സെമിനാർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് അതിന്റെ ഇത് കൊടുക്കാമല്ലോ. ഞാൻ ഇങ്ങനെ ഒരു സെമിനാർ ഈ ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാന്നുള്ളതല്ല, നമ്മൾക്ക് ആ ടോപ്പിക്കിന് ഒരു നല്ലൊരു ടോപ്പിക് ആയിരിക്കണം. വെറുതെ എന്തെങ്കിലും എടുക്കുന്നതിലും നമ്മൾ നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്തെടുക്കുക. കുട്ടിയെ കൊണ്ടുവരാൻ നോ പ്രോബ്ലം. കാരണം കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. കാരണം അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കുട്ടികളുടെ ഒരു രീതി ആണ്, കുട്ടികൾ എങ്ങനെയാ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്, അത് തന്നെയാണ് നമ്മൾക്ക് അറിയേണ്ടത്. എത്ര വയസ്സുള്ള കുഞ്ഞ? 1 year. അപ്പൊ ആരെങ്കിലും കൂടെ വേണ്ടേ പിടിക്കാനായിട്ട്? അമ്മ ആരെങ്കിലും, ഹസ്ബൻഡ് ആരെങ്കിലും വരുമോ? സെമിനാറിന്റെ ഫോർമാറ്റ് ഒന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമോ? ഏതിന്റെ ഫോർമാറ്റ്? സെമിനാറിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സെമിനാറിന്റെ ഫോർമാറ്റ് ഞാൻ തന്നെ ഷെയർ ചെയ്യണോ? ഞങ്ങള് 10th കഴിഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്നും അങ്ങനെ അറിയില്ല ഞങ്ങൾക്ക്. നമ്മളിതൊക്കെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു രീതി. സ്പൂൺ ഫീഡിങ് ഇവിടെ ഇല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യാനും വലിയ ഇഷ്ടമൊന്നുമില്ല. സെമിനാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഷീറ്റ് വേണം, സെമിനാർ ഓൺ ടോപ്പിക്കിന്റെ പേര്, താഴെ റൈറ്റ് സൈഡ് കോർണർ നിങ്ങൾ സർവേ ചെയ്തില്ലേ അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യല്ലേ സർവേയിലും, അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് താഴെ സബ്മിറ്റഡ് ബൈ ആരാണ് പേര്, ബാച്ചും എഴുതുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ പ്രിഫൈസ് എഴുതാം. നെക്സ്റ്റ് പേജിൽ അതുപോലെ തന്നെ കണ്ടന്റ്സ്, പിന്നെ കണ്ടന്റ്സിൽ വരുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്, എയിം ഓഫ് ദി ടോപ്പിക് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. കണ്ടന്റ്സ് എഴുതി, പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പിക്ചേഴ്സ് ഒട്ടിക്കാം, ഡയഗ്രാം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സെഷൻ കൊടുത്തിട്ട് പിക്ചേഴ്സ് ഒട്ടിക്കാം. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കാം. പിന്നെ റെഫറൻസ്, എന്തെങ്കിലും ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ബുക്കിന്റെ പേരും ബുക്കിന്റെ ഓതറിനെ കുറിച്ചൊക്കെ കൊടുക്കാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റുകൾ കിട്ടും. ഞാനിപ്പോ പറഞ്ഞത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ഞങ്ങളൊക്കെ സെമിനാർ ചെയ്തിരുന്ന സമയത്ത് ചെയ്തിരുന്നതാ. ഓക്കെ, സെക്കൻഡ് ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തരട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു. ഞങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ പോലെ MCQ അല്ല, ഡിസ്ക്രിപ്ഷൻ ആണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അതായത് 10 മാർക്കായിരിക്കും ഓരോ ക്വസ്റ്റ്യനും. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു മോണ്ടിസോറി സ്കൂളിന്റെ ലേ ഔട്ട് വരയ്ക്കുക. നമ്മള് സിവിൽ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്റ്റോ ഒന്നുമല്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നൊരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. 10 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. 10 മാർക്ക് പോകുന്ന സംഭവമല്ലേ. ഇരുന്ന് ആലോചിച്ച് മോണ്ടിസോറി സ്കൂളിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ. പിന്നെ അവിടെ പോയിട്ടുണ്ട്, അവിടെയായിരുന്നു എന്റെ ടീച്ചിങ് പ്രാക്ടീസ്. പിന്നെ എന്റെ ബാച്ചിലുള്ളവരൊക്കെ വിസിറ്റ് ചെയ്യും. ഞങ്ങളുടെ കോഴ്സിലുണ്ട് ഒരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യാന്നുള്ളത്. വിസിറ്റ് ചെയ്യാതെ ഒബ്സർവ് ചെയ്യാന്ന്. അപ്പൊ എന്റെ കെയർ ഓഫിൽ അവരെല്ലാം അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഓർമ്മ വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ലേ ഔട്ട് വരച്ചു ഒരു മോണ്ടിസോറി സ്കൂളിന്റെ. നിങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് സ്പൂൺ ഫീഡിങ് എന്നൊരു പരിപാടി ഈ ഒരു കാര്യത്തിലേ ഇല്ല. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു 10th കഴിഞ്ഞവര്, +2 കഴിഞ്ഞവര്, മലയാളം മീഡിയത്തിൽ പഠിച്ചവര്, അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വരച്ചേ പറ്റൂ. കാരണം വേറെ മാർഗമില്ല, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് മുഴുവൻ അവിടെ പോവില്ലേ. വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ളത് യുവർ കംഫർട്ടബിൾ ലാംഗ്വേജ്. കാരണം നിങ്ങളെ ആരെയും കഷ്ടപ്പെടുത്തരുതെന്ന് നമുക്ക് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്കും ആഗ്രഹമില്ല അതുകൊണ്ട് അത്. അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ചില കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കും എന്ന് കരുതിയിട്ട് ഒരു കൊളോക്കിയലായിട്ട് സംസാരിക്കാതിരിക്കുക. ബിക്കോസ് ആ വൈവ നടക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫെസിലിറ്റേറ്റർ ആണ്. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ഓക്കെ, എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കില്ലേ ക്വസ്റ്റ്യൻസ്? നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ അതേ മോഡൽ തന്നെയായിരിക്കും ഓരോ സബ്ജക്റ്റിനും. നിങ്ങൾക്ക് ടേം എക്സാം കഴിഞ്ഞിരുന്നോ? ഫസ്റ്റ് 1 യെസ് കഴിഞ്ഞിരുന്നു. അതിന്റെ അതേ മോഡൽ, 50 questions, 2 marks each, 1 hour. അതേ മോഡൽ തന്നെയായിരിക്കും. സബ്ജക്ട് വൈസ് ആയിരിക്കും. ടേം എക്സാമില് പാർട്ട് 1 പാർട്ട് 2 ഒരുമിച്ചായിരുന്നല്ലോ, പാർട്ട് 3 പാർട്ട് 4 ഒരുമിച്ച്. അതുപോലെ അല്ല, സബ്ജക്ട് വൈസ് ആണ്. സബ്ജക്റ്റിന് സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് പിന്നെ ടൈം ടേബിളിലും കാണാം ആ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ്.
ഓക്കെ, ഇതാണ് 10 ക്വസ്റ്റ്യൻസ്. ഞാൻ വൈവയ്ക്ക് 4th വരുന്നവർക്ക് ചെറിയൊരു ഇളവ് തരാം. കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പോഴാണല്ലോ തരുന്നത്. 4th വരുമ്പോ ഈ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ വൈവ കഴിഞ്ഞ് വിത്തിൻ 1 വീക്ക് അത് കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് എന്നെ പേഴ്സണലി ഇൻഫോം ചെയ്യണം. ഓക്കെ, കാരണം ഇതിന് മാർക്കുള്ളതാ. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ വൈവയ്ക്ക് ചോദിക്കാറുണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ എന്നും പറഞ്ഞൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ പാർട്ട് 4 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസൈൻമെന്റ് PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും. പക്ഷേ ഞാൻ ഇത് 2 പേരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഡിപ്ലോമക്കാരെ കൊണ്ടും PG കാരെ കൊണ്ടും ചെയ്യിപ്പിക്കും. വേറെ ഒന്നിനുമല്ല, PG കാരുടെ സബ്ജക്ട്സിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ പഠിക്കുന്നത് സ്കൂൾ ഓർഗനൈസേഷൻ, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ മാനേജ്മെന്റ്, അത് ഒരു സ്കൂള് ആരൊക്കെയുമായിട്ടാണ് റിലേഷൻഷിപ്പ് വരുന്നത്, പാരന്റ്സ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, അങ്ങനെ ആ ഒരു പാർട്ട്ണർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളും സ്കൂളിലെ വർക്ക് മെച്ചപ്പെടുത്താൻ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം, ടീച്ചേഴ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ടീച്ചേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, കുട്ടികൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് PG വരുന്നത്. അപ്പോൾ ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാനായിട്ട് ഒരു നട്ട് ഷെല്ലില് ഞാൻ അതിനെ ബേസ് ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് 2 പേർ എല്ലാവരും ചെയ്യേണ്ട ഒരു അസൈൻമെന്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, റീഡ്. നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, റീഡ് മിനിമം 3 ബുക്സ് relating with school organization and school management and write your reviews about these books. Okay, അതിന്റെ അർത്ഥം നിങ്ങൾ ഓടിപ്പോയിട്ട് ഈ 3 ബുക്കുകൾ വാങ്ങിക്കാനല്ല. നമ്മൾക്ക് ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കൊടുത്തിട്ട് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് ബുക്സ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ബുക്കിന്റെ ഡീറ്റെയിൽസ് വരും. കുറെ ഓതേഴ്സ് അവരെഴുതിയ ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആമസോണിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ബുക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ അതിന്റെ ഒരു ചെറിയൊരു കണ്ടന്റ് ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വായിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം, ആ രീതിയിലൊക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ബുക്ക് റീഡ് ചെയ്തവരെ താഴെ ഇങ്ങനെ റിവ്യൂസ്, അവരുടെ അഭിപ്രായം എഴുതിയിട്ടുണ്ടാകും. ഇതും വായിക്കുക. അത്രയും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ബുക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. നമ്മളുടെ അസൈൻമെന്റും അത്രയേ ഉള്ളൂ, ആ ബുക്കിനെ പറ്റി, അതിന്റെ കണ്ടന്റിനെ പറ്റി ഒരു ബ്രീഫിംഗ് നടത്തുക എന്നുള്ളത്. ഞാൻ എഴുതിയ അസൈൻമെന്റ് ബുക്ക് ഒന്ന് എടുക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം ഞാൻ ഏതൊക്കെ ഓതേഴ്സിന്റെ ബുക്കാണ് ഞാൻ ഇതുപോലെ ഗൂഗിളിൽ നോക്കിയിട്ട് ആ ബുക്സിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ആൾക്കാർ എഴുതിയ അഭിപ്രായങ്ങളൊക്കെ വായിച്ചിട്ട് അത് വെച്ചിട്ടാണ് അത് എഴുതിയിരുന്നത്. ഞാനിപ്പോ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, മിസ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ പോകുമ്പം നമ്മുടെ വർക്ക് എല്ലാം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മിസ് വന്നു, സോറി. കൊണ്ടുവരണ്ട, നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒന്നും കൊണ്ടുവരണ്ട. ആകെ കൊണ്ടുവരേണ്ടത് അസൈൻമെന്റ്സ്, റെക്കോർഡ്സ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയത് മാത്രം. സർവേ റിപ്പോർട്ട്, അതിൽ സൈനും സീലും കിട്ടി അത് ആക്കി തിരിച്ചു കൊണ്ടുപോകാലോ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ബാക്കി ചെയ്ത ആൽഫബറ്റ്സ്, പിന്നെ കുറെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്തു, മാസ്ക്, ഇതൊന്നും കൊണ്ടുവരണ്ട. ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്തതൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. ഞാൻ ഈ ഒറ്റ ബുക്കിലാണ് ഈ 10 ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, 15-20ഓളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും അത്യാവശ്യമുള്ളത് മാത്രം 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് തന്നെ ഞാൻ കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പം എനിക്ക് കിട്ടിയത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കിട്ടി. അതിന്റെ ഓതർ കുൽബീർ സിംഗ് സിദ്ധു.
അദ്ദേഹം അതിനെപ്പറ്റി ആ ബുക്കിനെ പറ്റി എഴുതിയ കുറച്ചൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അത് കൂടാതെ താഴെ ആളുകൾ അത് വായിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ റിവ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയത്. ഈ ഒരു നോട്ട്ബുക്കില് ഒരു 1.5 പേജ് അത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. പേജും പിന്നെ അടുത്ത പേജിന്റെ അത്രയും ഒരു പോർഷൻസും മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതില് ഈ ഒരു ബുക്കില് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ റൈറ്റ്സിനെ പറ്റി വളരെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം, ലൈബ്രറി ഉണ്ടാവണം, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിനുള്ളത് ഉണ്ടായിരിക്കണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ്, അങ്ങനത്തെ റിപ്പയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു ഹാൻഡ് ബുക്ക് ആണ് ഇത്. അതും ഈ റിവ്യൂ കമന്റ് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെഡ് മാസ്റ്ററുടെയും ടീച്ചർമാരുടെയും ഇമ്പോർട്ടൻസും അവരുടെ ക്വാളിറ്റീസിനെ കുറിച്ചും ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈം ടേബിളിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ, പിന്നെ ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ പിന്നെ എങ്ങനെയാണ് ഇവാലുവേഷൻ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിക്ക ഈ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് അതിന്റെ ബുക്കിൽ മിക്കതിലും കണ്ടന്റ് ഇത് തന്നെയായിരിക്കും. രണ്ടാമത്തെ ബുക്ക് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളൊരു ബുക്കായിരുന്നു. അതിന്റെ ഓതേഴ്സ് 2 പേര് ചേർന്നുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്ന് എനിക്കറിയില്ല, M ഡാഷ് ആൻഡ് നീന ഡാഷ്, ഇങ്ങനെ 2 പേര് ചേർന്നാണ് എഴുതിയത്. 2 ഓതേഴ്സ് ഉണ്ട്. ഇതില് സ്കൂൾ മാനേജ്മെന്റിനെ പറ്റി സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നു. ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ്, ടീച്ചർമാരുടെ റോള്, പിന്നെ ടൈം ടേബിളിന്റെ ഡീറ്റെയിൽസ്, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, ടീച്ചർമാരുടെ സ്റ്റുഡൻസിന്റെയും അറ്റൻഡൻസ് രജിസ്റ്റർ, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. B.Ed സ്റ്റുഡൻസ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന B.Ed ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ B.Ed ചെയ്ത പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊക്കെ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ ഇതൊരു പേജ് മാത്രമായിട്ടോ, എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയുള്ളൂ, ഈ ഒരു പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ അടുത്തതും ആ ഒരു പേജ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ബുക്കിന്റെ പേര്. ഓതർ S.K. കൊച്ചാർ. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആർക്കും ഈ ബുക്ക് റെഫർ ചെയ്യാം. അതിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും എഡ്യൂക്കേഷൻ മാനേജ്മെന്റിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചും എല്ലാം എഴുതിയിട്ടുണ്ട്. പുതിയ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിനെങ്ങനെ ഫേസ് ചെയ്യണം, ഒരു എഡ്യൂക്കേഷണൽ ഏരിയയില് പുതിയ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളും, ഹെഡ് മാസ്റ്ററുടെ റോള്, ഈ പറഞ്ഞ 3 ടെക്സ്റ്റിലും ഹെഡ് മാസ്റ്ററുടെ, ടീച്ചർമാരുടെ റോളും കുട്ടികളുടെ റോളും. മിസ് ഇതൊക്കെ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എഴുതേണ്ടത്? നമ്മളുടെ ഒരു വർക്കും മലയാളത്തിലല്ല, എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഓക്കെ. നമ്മളുടെ മീഡിയം ഇംഗ്ലീഷാണ്. നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുന്നത് KG, LKG, UKG സ്റ്റുഡൻസ് ആണ്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് നല്ലതുപോലെ സിമ്പിൾ ഇംഗ്ലീഷ് മതിയല്ലോ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് അതുപോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആക്ടിവിറ്റി മലയാളത്തിലല്ല കേട്ടോ, എല്ലാം ഇംഗ്ലീഷിൽ തന്നെ വേണം. ഓക്കെ, പിന്നെ ലൈബ്രറിയെ കുറിച്ച്, ഓഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷനെ പറ്റി വളരെ ഹൈലൈറ്റ് ചെയ്ത് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ യോഗയുടെ ഇമ്പോർട്ടൻസ് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് മോഡൽസ് ഓഫ് ടൈം ടേബിൾസ്. ടൈം ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾ 3 ടൈപ്പ് ടൈം ടേബിൾ ആണ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയാണ് 3 ടൈം ടേബിൾ? സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കണം അല്ലെ? ടീച്ചർമാരുടെ ടൈം ടേബിൾ, ടീച്ചേഴ്സിന്റെ, സ്കൂളിന്റെ, പിന്നെ പ്രിൻസിപ്പലിന്റെ കയ്യിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ 3 ടൈം ടേബിൾ ആണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഞാൻ KG സെഷന്റെ ടൈം ടേബിൾ ആണ് ഉണ്ടാക്കിയത്. സ്റ്റുഡൻസ് ടൈം ടേബിൾ ആ സമയത്ത് എന്റെ മോനെങ്ങാണ്ട് ചെറിയ ക്ലാസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 പീരീഡ് വെച്ചിട്ടാണ് ഞാൻ ആ കുട്ടികളുടെ ടൈം ടേബിൾ ചെയ്തത്. അത്രയും തന്നെയായിരിക്കും ടീച്ചർമാരുടെ. മോർണിംഗ് സെഷനിൽ 3 പീരീഡ്, ആഫ്റ്റർനൂൺ സെഷനിൽ 3 പീരീഡ്, അങ്ങനെ 6 പീരീഡ് വെച്ച് ചെയ്തു, Monday to Friday. അപ്പം ടൈം ടേബിളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാത്സ്, മലയാളം, ഹിന്ദി, IT, ഡാൻസ്, മ്യൂസിക്, GK, സ്റ്റോറി ടെല്ലിംഗ്, കളറിങ്, കർസീവ് റൈറ്റിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു അവേഴ്സ് കൊടുത്തത്.
നെക്സ്റ്റ് ടീച്ചേഴ്സ് ടൈം ടേബിൾ. ടീച്ചേഴ്സ് അത് ടൈം ടേബിൾ മൺഡേ ടു ഫ്രൈഡേ അങ്ങനെ ചെയ്യണോ അതോ 1 ഡേന്റെ മതിയോ? മുഴുവൻ വേണം. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഫുൾ ഷെഡ്യൂൾ വേണം, ഒരു ദിവസത്തെ പോരാ. ഓക്കെ. പിന്നെ സെക്കൻഡ് വൺ ടീച്ചേഴ്സ് ടൈം ടേബിൾ. അതായത് ഞാൻ ഒരു ടീച്ചറെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചറിന്റെ ടൈം ടേബിൾ എങ്ങനെയാന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തു. അപ്പൊ 6 പീരീഡ് ഉള്ള സെയിം സ്കൂൾ അങ്ങനെ തന്നെ വെച്ചിട്ട് KG സെഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. LKG UKG. അത് LKG 2 ഡിവിഷൻ വെച്ചു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. UKG 2 ഡിവിഷൻ വെച്ചു. അപ്പൊ ടീച്ചർ ദിവസവും 6 പീരീഡ് ഉള്ളതിൽ ഒരു പീരീഡ് ടീച്ചർക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് ഉണ്ടാവും. ബാക്കി 5 പീരീഡ് ആയിരിക്കും ടീച്ചർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അത് KG 1 പോകുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഡേയിൽ ഞാൻ KG 1 KG 2 UKG 1 UKG 2 പിന്നെ KG 1 ഒന്നുകൂടെ പോയി. സെക്കൻഡ് എടുത്തപ്പം അടുത്ത സെഷനിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു സെഷനിൽ രണ്ട് നേരം പോകുന്നുണ്ട്. ബാക്കി സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം വെച്ച് ആ രീതിയിൽ ഒന്ന് നോക്കി ടൈം ടേബിൾ ഇട്ടു. ഒരു ഏതെങ്കിലും ഒരു പീരീഡ് ബ്രേക്കും കൊടുത്തു ഒരു ദിവസം. ഇനി പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ അതൊന്നും ആ ടീച്ചേഴ്സ് ടൈം ടേബിൾ ഒന്നുകൂടെ ഒന്ന് പറയോ? അത് മാം നമ്മൾ ടീച്ചറുടെ നെയിം ഒക്കെ വെച്ചിട്ട് ഇപ്പോ ഫസ്റ്റ് പീരീഡ് ആണെച്ചെങ്കിൽ KG 1 അങ്ങനെ നമ്മൾ കോളാക്കിയിട്ട് അങ്ങനെയൊക്കെ എഴുതണോ? ഞാൻ ടീച്ചേഴ്സ് ടൈം ടേബിൾ ഇട്ടപ്പോ ഒറ്റ ടീച്ചർ തന്നെയാട്ടോ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ടീച്ചറുടെ നെയിം കൊടുത്തു അല്ലേ? എങ്ങോട്ടാണോ പോകുന്നത്, ടീച്ചർക്ക് പേരൊന്നും ഞാൻ കൊടുത്തില്ല. ആ ടീച്ചർ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ മൺഡേ ഫസ്റ്റ് പീരീഡ് LKG 1 ഇപ്പൊ ടീച്ചർ എന്നൊരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറുടെ മാത്രം ഞാൻ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളൂ. കാരണം നമുക്കൊരു ഫോർമാറ്റ് മതി. ഇപ്പൊ 10 ടീച്ചർമാരുണ്ടെങ്കിൽ 10 ടീച്ചർമാരുടെയും ടൈം ടേബിൾ നമ്മൾ എഴുതി വെക്കണ്ട. ടീച്ചർമാരുടെ ടൈം ടേബിൾ, അതിന് ഒരു ടീച്ചറെ കൺസിഡർ ചെയ്തിട്ട് ഞാനത് ഒരു ടൈം ടേബിൾ ആക്കി വെച്ചു. ഇപ്പൊ ടീച്ചർ T1 എന്നുള്ളൊരു ടീച്ചർ ആണെങ്കിൽ ടീച്ചറുടെ ടൈം ടേബിൾ ആണ് ഞാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് പീരീഡ് ടീച്ചർ LKG 1, സെക്കൻഡ് പീരീഡിൽ LKG 2, തേർഡ് പീരീഡിൽ UKG 1, പിന്നെ ഫോർത്ത് പീരീഡ് ഉച്ച കഴിഞ്ഞിട്ട് UKG 2 പോയി. ഫിഫ്ത്ത് പീരീഡ് ടീച്ചർ ബ്രേക്ക് ആണ്. ലാസ്റ്റ് പീരീഡ് സിക്സ്ത് പീരീഡ് LKG 1 അങ്ങനെ ട്യൂസ്ഡേയിലത്തെ പിന്നെ ചെയ്തു, വെനസ്ഡേ അങ്ങനെ ഓരോ ദിവസം ചെയ്തു. അപ്പൊ ആദ്യം നോക്കി എത്ര പീരീഡ് ഉണ്ട്, എത്ര ക്ലാസ് ഉണ്ട് നോക്കിയിട്ട് ടീച്ചർക്ക് ഒരു ബ്രേക്കും വരുന്ന രീതിയിൽ എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും ഒരു പ്രാവശ്യമെങ്കിലും ടീച്ചർ പോയിട്ടുണ്ടോ എന്നും കൂടെ നോക്കിയിട്ട് ചെയ്തു. അപ്പം നമുക്ക് 4 ക്ലാസ് ആണ് ആ ടീച്ചർക്ക് ടോട്ടൽ വരുന്നത്. KG 1 KG 2 LKG 1 LKG 2 UKG 1 UKG 2. ഒരു ദിവസം 5 പീരീഡ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ 2 പ്രാവശ്യം പോകുന്നുണ്ട്. ആ രീതിയിൽ ടൈം ടേബിൾ വെച്ചു. ഓക്കെ. ഇനി പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും. ടൈം ടേബിളിന് വരാൻ പ്രിൻസിപ്പലിന്റെ ഷെഡ്യൂളാണ് പലരും ചെയ്തു വെച്ചത്. അതായത് പ്രിൻസിപ്പൽ വാരൻസിന്റെ മീറ്റിങ്ങിന് പോകുന്നു, പ്രിൻസിപ്പൽ അവിടെ മീറ്റിങ്ങിന് പോകുന്നു. അങ്ങനെയല്ല, പ്രിൻസിപ്പലിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ടൈം ടേബിൾ വേണം. ക്ലിയർ ആയോ? KG മാത്രമുള്ള സ്കൂളാണ്. ഇപ്പൊ ഞാനിപ്പോ എഴുതിയ ടൈം ടേബിളിൽ അതേ സ്കൂള്. അവിടെ 4 ക്ലാസ്സുകളേ ഉള്ളൂ. LKGയുടെ 2 ക്ലാസ്സും UKGയുടെ 2 ക്ലാസ്സും അത്രേ ഉള്ളൊരു ചെറിയ സ്കൂളാണെന്ന് വിചാരിക്കാം. അപ്പോ ഫസ്റ്റ് പീരീഡ് 4 ടീച്ചർമാര് 4 ക്ലാസ്സിലായിട്ടുണ്ടാവും അല്ലെ? KG 1 ഒരാള്, KG 2 ഒരാള്, UKG 1 ഒരാള്, UKG 2 ഒരാള്. നിങ്ങൾക്കത് കൂടുതൽ ക്ലാസ്സുകളാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ KG മാത്രമുള്ള സ്കൂൾ എന്നുള്ള രീതിയിൽ എടുത്തത്. 2 സെക്ഷൻസ് ഉണ്ട്, LKGയും UKGയും. അപ്പൊ ഞാനിവിടെ 6 ടീച്ചർമാരെ സെലക്ട് ചെയ്തു. T1 T2 T3 T4 T5 T6 എന്ന് അവർക്ക് പേര് കൊടുത്തു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ LKG 1 T1 പോകുന്നു, LKG 2 ഞാൻ T3 ഇട്ടു, UKG 1 T4, UKG 2 T6 ഇട്ടു. അപ്പൊ നമുക്ക് അവിടെ T2ഉം T5ഉം അവർക്ക് ബ്രേക്കാണ്. പിന്നെ അടുത്ത സെഷൻ നോക്കുമ്പോൾ വീണ്ടും 2 ടീച്ചർമാർക്ക് ബ്രേക്ക് കിട്ടും, ബാക്കി 4 പേര് പോകും. ആ ഒരു രീതിയിൽ കുറച്ച് അതിനകത്ത് എത്തി പണിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ ആ ടീച്ചർമാരുടെ ടൈം ടേബിൾ ഇട്ടത്. പ്രിൻസിപ്പൽ ടൈം ടേബിൾ അത് ടീച്ചർ ഫോർമാറ്റ് കാണിക്കാമോ മാം ഇവ ചെയ്തത്? ഷുവർ കാണിക്കാം. പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികളുടെ ടൈം ടേബിൾ ഞാൻ ആദ്യം കാണിക്കും.
കാണാമോ? മാം മെയിൻ PDF ഷെയർ ചെയ്യാമോ? മെയിൻ PDF ഇതെന്റെ ടെക്സ്റ്റിൽ ഞാൻ വരച്ചു വെച്ചതാ. അല്ല മാം ആ ക്യാമറത്തിൽ കാണിക്കാമോ? ഇങ്ങനെ കണ്ടാ മതിയോ? ഇങ്ങനെ ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റും. മാം കുറച്ചുകൂടെ സ്ക്രീൻ വലുതാക്കി കാണിക്കാമെന്ന് അവള് ചോദിച്ചു. സ്ക്രീൻ സ്വയം ഒന്ന് ഇതാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യാം, പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റില്ലേ? ഇപ്പൊ കാണാമോ? ഇപ്പൊ ഓക്കെ. ടീച്ചറിന്റെ ഇത് വരയിട്ട ബുക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോ ക്ലിയർ ആവാൻ. ടീച്ചറിന്റെ കാണാമോ? കാണാം. ഒരു ടീച്ചറിന്റെ ആട്ടോ. പ്രിൻസിപ്പളിന്റെ ടൈം ടേബിള് ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്, കൺഫ്യൂഷൻ വരും. KG സെഷനിൽ മാത്രം ഉള്ള രീതിയിൽ പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ടൈം ടേബിൾ. ഞാൻ ചെയ്ത ഒരു ഫോർമാറ്റ്. ഇതുപോലെ ഇതിന് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം. ഓക്കെ മിസ്, താങ്ക് യു. നമ്മള് ഇത് ചെയ്യുമ്പോൾ KG സെക്ഷൻ മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ മിസ്? കുഴപ്പമില്ല, കാരണം നമ്മളുടെ മെത്തേഡ് KG സെഷനിലാണല്ലോ. പിന്നെ ഈസി ആയിരിക്കും. മറ്റേ അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡ് വരെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ക്ലാസ്സസിന്റെ ഒക്കെ ടീച്ചർമാര് പോകുന്നതൊക്കെ കാണിക്കണം. കുട്ടികളുടെയും ടീച്ചറുടെയും ആകുമ്പോൾ പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്താൽ മതി. അതേസമയം പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ എല്ലാ ക്ലാസ്സിലും ഏതൊക്കെ ടീച്ചർ പോകുന്നു എന്നുള്ളത് പ്രിൻസിപ്പളിന് അറിയാൻ പറ്റണം. ഇപ്പൊ ക്യാമറയൊക്കെ ഉണ്ട്, അതിലൂടെ അവർ കാണും. പിന്നെ ഇപ്പൊ സോഫ്റ്റ്വെയറും ഉണ്ട്, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ. സെക്കൻഡ് നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ. എന്റെ നൈബർ ചേച്ചി വിളിക്കുന്നു, എന്തിനാണെന്നറിയില്ല, കുറെ നേരം. നമുക്ക് ലാസ്റ്റ് തന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യാനല്ലേ? അല്ല രജിസ്ട്രേഷൻ ആണ്, അറ്റൻഡൻസ് രജിസ്ട്രേഷൻ. അതെ അതെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ടേബിൾസിന്റെ കഴിഞ്ഞു. ഓക്കെ, നീ ഒരു പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്യാം, വർക്കിംഗ് ഇൻ എ ഗുഡ് വേ ആൻഡ് റൈറ്റ്സ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സ്കൂൾ. ആ സ്കൂൾ എങ്ങനെയാണ്, സ്കൂളിന്റെ പ്രെമിസസ് എങ്ങനെയാണ്, സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ എന്തെങ്കിലും പ്രത്യേകത, അങ്ങനെ. അത് നിങ്ങളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളായാൽ നിങ്ങൾ കുറെ ദിവസം അവിടെ നടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ, അവിടുത്തെ രീതികളൊക്കെ മനസ്സിലായിട്ടാവും. അതിനെപ്പറ്റി ഒരു ബ്രീഫിംഗ് എഴുതാം. ഇനി അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്തവര് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ വൺസ് ഇൻ എ വൈലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് എഴുതാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, നമ്മൾ പഠിച്ചതാണെങ്കിലും ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് എഴുതാം. എന്തായാലും ഒരു പ്രീ സ്കൂളിനെ കുറിച്ച് എഴുതണം. പിന്നെ ഒരു FAQ ഉണ്ടാക്കണം, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. FAQ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആൻസേഴ്സ് ഉണ്ടാകണം. പുതിയതായിട്ട് ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോ അസ്യൂം ചെയ്യാം നമ്മുടെ കുട്ടിയെ നമ്മൾ ആ പുതിയ സ്കൂളിൽ ചേർക്കാൻ പോകും. അപ്പൊ നമുക്ക് കുറേ കൺസേൺസ്, കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ? അത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക വിത്ത് ആൻസേഴ്സ്. ഞാൻ എഴുതിയത് വായിക്കാം. വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ? ആൻസർ 10 AM to 3 PM. Up to you. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. Whether conveyance is providing? Yes. How many working days per week? 5 days per week, Monday to Friday. Is there uniforms? Yes. From where we will get uniforms? School will provide uniforms for every kid. Is there only one uniform? No. Wednesday we have different type of uniform. Other 4 days same color uniforms, which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself.
Is there any extracurricular activities? Yes, dance and music. What is the fee structure? Fee details are given in the brochure itself. If any doubt, you can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഞാൻ അങ്ങനെ 12 FAQ ആണ് എഴുതിയത്. ഇറ്റ്സ് അപ് ടു യു, എത്ര വേണമെങ്കിലും എഴുതാം വിത്ത് ആൻസേഴ്സ് ആയിട്ട്. അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയാലും പ്രശ്നം ഉണ്ടാവും. ക്വസ്റ്റ്യൻ എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല മാം, ഏകദേശം എല്ലാരും ഇതേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ മാം. തന്നെ നിങ്ങൾ എഴുതിക്കോട്ടെ, അതായത് എന്റെ കോപ്പി അടിച്ചോട്ടെന്നല്ല എനിക്കിത് ഇൻഡയറക്റ്റ്. അതന്നെ, അത് കറക്റ്റ് മാം. ഞാൻ ആക്ച്വലി ഞാൻ അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുമ്പോ ആദ്യം വന്നത് അത് ടൈമിങ്, വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ, അത് ആക്ച്വലി തലക്ക് വന്നു. അങ്ങനെ ആയതുകൊണ്ട് മാം യു ക്യാൻ. കോമൺ ക്വസ്റ്റ്യൻസ് അതാണല്ലോ. നമ്മളുടെ കുട്ടിയെ ചേർക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ ചോദിക്കാം. സ്കൂൾ ബസ് ഉണ്ടോ, എത്രയാണ്, ബസ്സിന്റെ ടൈമിംഗ് എങ്ങനെയാണ്, അങ്ങനെ പിന്നെ ഫീസിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കും. ഫീസിന്റെ കാര്യം അങ്ങനെ എടുത്ത് പറയേണ്ടെന്നിട്ടാണ് ബ്രോഷറിലുണ്ട്, അല്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഫോൺ നമ്പർ ഗിവൺ എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. പിന്നെ പരീക്ഷയുണ്ടോ, ബുക്ക് തരൂ, അതൊക്കെ നമ്മള് ജനറലി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലേ. അങ്ങനെ ആയതുകൊണ്ട് ചോദിച്ചത്. അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയുള്ള പ്രശ്നമുണ്ട്. ഞാൻ നോർമലായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. നിങ്ങൾ ബുക്സ് ഫെസിലിറ്റി കൊടുക്കോ, ഷൂസ് കൊടുക്കോ, അങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ച. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാം ഓൾറെഡി റിലേറ്റഡ് ആയിട്ടുണ്ട്. ചില റെക്കോർഡ് ബുക്ക് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ അങ്ങ് തല്ലിക്കൊല്ലാൻ തോന്നും. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത എഫേർട്ട്, ഞാൻ ചെയ്ത പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു രണ്ടിട്ടോ അതേ പിക്ചേഴ്സ് വരച്ചോണ്ട് വരും. അപ്പോ നോ മാം, ഇൻ ദിസ് ബാച്ച് യു ക്യാൻ ഗെറ്റ് അതർ സോ ആരും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാ, ബട്ട് റെഫർ എടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാരും അവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും ഈ ബാച്ചിൽ. ഇന്നർ ചൈൽഡ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്, അത് പ്രാക്ടിക്കൽ സെഷന് കാണാം. ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുന്നത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ച കേട്ടോ. ഓക്കെ, അതായിരുന്നു. പിന്നെ റൈറ്റ് അബൌട്ട് ഗുഡ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദെയർ ക്വാളിറ്റീസ്. മിനിമം 3 persons. അതായത് നമ്മൾക്ക് പരിചയമുള്ള പ്രീ സ്കൂൾ ടീച്ചേഴ്സ്, നമ്മളെ ചെറുപ്പത്തില് നമ്മളെ നഴ്സറി പഠിപ്പിച്ചതോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നോ ആയിട്ടുള്ള പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ചിലർക്ക് പ്രീ സ്കൂൾ ടീച്ചറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, 5th 7th പഠിപ്പിച്ച ടീച്ചർമാരെ ഓർമ്മ. അപ്പൊ അത് എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രോബ്ലം ഇല്ല, എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പൊ പ്രീ സ്കൂളിനുള്ളത് നിങ്ങളൊന്ന് മാറ്റി, ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാൽ മതി. ആ 3 പേരെ പറ്റിയിട്ട് എഴുതുക. മിനിമം 3 persons. ഞാൻ എഴുതിയത്, ഞാൻ മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസിന് പോയ മോണ്ടിസോറി ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതിക്കൂടെ? ഞാൻ ആ സാറിനെ പറ്റി, അജീസ് സാറിനെ പറ്റിയായിരുന്നു എഴുതിയത്. പിന്നെ എന്റെ മോനെ UKG, ആ സമയത്ത് അവൻ UKG-യിലായിരുന്നു, അല്ല UKG അല്ല LKG-യിലായിരുന്നു. LKG പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ആൻഡ്രീത്ത. സിസ്റ്ററിനെ കുറിച്ച് എഴുതി. പിന്നെ എന്നെ നഴ്സറി പഠിപ്പിച്ച കനക ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചറെ കുറിച്ച് എഴുതി. അങ്ങനെ 3 പേര് എനിക്കതായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജനറലി എഴുതേണ്ടതാണ്. ഒരു പ്രീ സ്കൂൾ ടീച്ചർ എങ്ങനെയായിരിക്കണം, അപ്പൊ അവരുടെ ക്വാളിറ്റീസ്. റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ഇതൊക്കെ അറിയാലോ, നമ്മളും ആ ഒരു പൊസിഷനിലൂടെ കടന്നു പോകുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ കുട്ടികളെ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം. നല്ലൊരു ഫീഡ്ബാക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ഒരു പ്യൂരിഫൈഡ് ഹാർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ, ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്. അവരെ പറ്റി എഴുതുക. ഗീവ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വിത്ത് ദെയർ പിക്ചേഴ്സ്. അവരുടെ പിക്ചർ ആയിട്ട്. ഞങ്ങൾക്കത് 10 പേരെ പറ്റി എഴുതാനായിരുന്നു, ഞാനത് 5 ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എഴുതിയത്, അല്ല, ഒരാള് മറിയാം മോണ്ടിസോറി ആയിരിക്കണം, അത് കമ്പൽസറി. നിങ്ങൾ 5 പേരെ പറ്റി എഴുതുന്നതിൽ ഒരാള് മറിയാം മോണ്ടിസോറി ആയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി എഴുതി. അദ്ദേഹത്തിന്റെ പിക്ചർ കളക്ട് ചെയ്തു. അപ്പൊ പിക്ചർ വെച്ചിട്ട് ഏകദേശം ആ പിക്ചർ ഒട്ടിക്കാൻ തന്നെ ആ ഒരു പേജിന്റെ ഇത്രയും പോർഷൻ വന്നു. പിന്നെ ബാക്കി എഴുതി അടുത്ത പേജിൽ പേജൊക്കെ വന്നു കേട്ടോ. അദ്ദേഹം ആ പിക്ചറിന്റെ നേരെ തന്നെ അദ്ദേഹം ജനിച്ച വർഷവും ഡേറ്റും സ്ഥലവും എഴുതി. മരിച്ചത് അത് നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആരുടെ നോക്കിക്കഴിഞ്ഞാലും കാണാം, എവിടെ ജനിച്ചു എവിടെ മരിച്ചു എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ മരിച്ചതും എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അടുത്തൊരു ടീച്ചറാണ് ആനി സെലവൻ. ഹെലൻ കെല്ലറെ ഇന്നത്തെ ഹെലൻ കെല്ലർ ആകാൻ കാരണം ആനി സെലവൻ ആയിരുന്നു. ആനി സെലവനെ പറ്റി എഴുതി. പിന്നെ അരിസ്റ്റോട്ടിൽ, അദ്ദേഹം ഒരു പോളി മാത്ത് ആയിരുന്നു, പല കാര്യങ്ങളിൽ അറിവുള്ള ഒരാള്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളുടെ ഡോക്ടർ മറിയ മോണ്ടിസോറി. പിന്നെ ബുക്കർ ടി വാഷിംഗ്ടൺ, കൺഫ്യൂഷ്യസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ലൂയിസ് ബ്രെയിലി. ബ്രെയിലി ലിപി കണ്ടുപിടിച്ചില്ലേ, അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. അപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെങ്ങനെ എഡ്യൂക്കേഷൻ എടുക്കണം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് ബ്രെയിൻലി ലിപി എന്നറിയപ്പെടുന്നത്. പിന്നെ സോക്രട്ടീസ്. ലാസ്റ്റ് വൺ ഐസക് ന്യൂട്ടൺ. ഓക്കെ ദെൻ അപ്പൊ ഇത്രയായിരുന്നു. ഞാൻ 10 പേരെ പറ്റി എഴുതി, നിങ്ങളോട് 5 പറഞ്ഞിട്ടുള്ളൂ. സോ ദാറ്റ്സ് അപ് ടു യു. ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ എഴുതാം. ഈ എഴുതുന്ന ടീച്ചർമാരെ പറ്റി നമുക്ക് ക്ലാസ്സിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആരൊക്കെ 5 പേരെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഗ്രൂപ്പായിട്ട് ചെയ്യണോ, ഗ്രൂപ്പായിട്ട് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യണോ, ഒറ്റയ്ക്ക് ചെയ്യാം. കാരണം തമ്മിൽ പറയണമെന്ന് ഞാൻ പറയാൻ കാരണം ഒരാള് തന്നെ ഇപ്പം അനീസലവനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് ഒരാൾ വരുന്നു, വേറൊരാളും അറിയുന്നില്ല, അത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നു. അപ്പൊ ഒരാളെ പറ്റി നമുക്ക് അങ്ങനെ 2 പേര് സെമിനാർ എടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഇവരെയാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് മാറ്റാനൊക്കെ പറ്റുമല്ലോ. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സെമിനാർ ആയിട്ട് ചെയ്യൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തത് ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ. നമ്മളുടെ ഒരു റൊട്ടീൻ ഉണ്ടാവില്ലേ, ഡേ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. രാവിലെ എണീക്കുന്നു, നമ്മുടെ ആ ഒരു എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വൈകുന്നേരം വരെയുള്ള ആ ഒരു ഡേ ടൈം ടേബിൾ നമ്മുടെ എഴുതുക. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്? അപ്പൊ കുറെ പേര് പോയിട്ടുണ്ടാവില്ല, അവർ പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും പോകാനായിട്ട്. പോകാത്തവരെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ എന്തായിരുന്നു? റൈറ്റ് അബൌട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ്. നല്ല ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂൾ എൻവയോൺമെന്റിനെ കുറിച്ച് എഴുതുക. അപ്പം അത് എഴുതുമ്പോൾ അങ്ങനെ പിക്ചേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പോയിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ എനിക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയിരുന്നു. അങ്ങനെ ന്യൂസ് പേപ്പറിൽ ആ സ്കൂളിനെ പറ്റി അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ അങ്ങനെ കുറച്ച് സ്കൂളിന്റെ ഒക്കെ പിക്ചേഴ്സ്, ക്ലാസ് റൂമിന്റെ ഒക്കെ പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ അതൊക്കെ എഴുതി. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണ്ടിസോറി സ്കൂൾ ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടും. അത് വളരെ ഒന്ന് സിമ്പിൾ ആക്കുക, എഴുതി വെക്കുക. മാം പിക്ചർ ഒട്ടിക്കോണം മാം? പിക്ചർ കിട്ടുവാണെങ്കിൽ ഒട്ടിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ആ ഗ്രേറ്റ് പീപ്പിൾ ഇല്ലേ ടീച്ചർമാര്, അവരുടെ പിക്ചർ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ. അല്ല മാം, ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് റൂമിന്റെ പറഞ്ഞില്ലേ, അത് വേണമെന്നില്ലല്ലോ? അത് പോകണമെന്നില്ല. പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിന്റെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നും. ഇപ്പൊ ഞമ്മ ഇന്നത്തെ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനത്തെ ക്ലാസ് റൂമിന്റെ പിക്ചർ എടുത്തിട്ട് ഒട്ടിച്ചാലും മതിയോ? മതി മതി. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളില് അവിടെ കുട്ടികളെ കൊണ്ട് തന്നെ അങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യിക്കുക, അവരെ ക്ലാസ് റൂം സെറ്റ് ചെയ്യിക്കുക, അവരെ ബുക്സ് ഒക്കെ അവരെ കൊണ്ട് അങ്ങനെ അതൊക്കെ അവര് ആ KGക്ക് മാത്രമായിട്ട് അവരൊരു ന്യൂസ് പേപ്പർ ഒക്കെ അങ്ങനെ പേപ്പറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഴയതൊന്നും എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് അതിലത്തെ പിക്ചേഴ്സ് ഒക്കെ അങ്ങനെ വെട്ടിയൊടിച്ച് കൊടുത്തൂടെ ഇതില്? അവരെ ക്ലാസ് റൂമിന്റെ, അവരെ ടീച്ചർ ക്ലാസ് എടുക്കണത് ചെയ്യാം. ഇത് നോക്ക്. ഓക്കെ, പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം പ്രാക്ടിക്കലിന് വരുമ്പോ തന്നെ വൈവ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവര് വൈവ അറ്റൻഡ് ചെയ്യും. പേടിക്കാനൊന്നുമില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ബുദ്ധിമുട്ടിക്കില്ല. മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് എത്രത്തോളം കയറി എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇതേ ഉള്ളൂ വൈവയില്. ഓക്കെ, സോ ഞാൻ നമ്മുടെ സെന്റർ നടത്തിയ വൈവയുടെ വല്ല ഡെമോ ക്ലാസ് അങ്ങനെ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? നോ വൈവയുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടില്ല. ഡീറ്റെയിൽസ് അല്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു ഇത് എങ്ങനെയാണ് അങ്ങനത്തെ വീഡിയോ നമ്മൾ തരയില്ല. നിങ്ങൾ വൈവ കഴിഞ്ഞവരോട് ചോദിച്ചോളൂ എങ്ങനെയായിരുന്നു അങ്ങനത്തെ വീഡിയോ. വൈവയുടെ മാർക്ക് അറ്റ് ദ ടൈം ഓഫ് കോൺവെക്കേഷനെ അറിയിക്കുള്ളൂ.
അതായത് ഓൺലൈനായിട്ട് 1 to 1 ചെയ്യുന്നത് അപ്പൊ മാർക്ക് ഇടുവല്ലേ. മാം വൈവല് ഈ 10 ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ മാം. നമ്മൾ ഇപ്പൊ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ലെങ്കിൽ 4th വന്നപ്പോ ഇത് പ്രസന്റ് ചെയ്താലും മതിയോ? ജസ്റ്റ് വൈവ അറ്റൻഡ് ചെയ്താലും മതിയോ? മതി. പ്രശ്നമില്ലല്ലോ, ഞമ്മ റെക്കോർഡെല്ലാം കൊണ്ടുവെക്കണമെന്നില്ലല്ലോ. റെക്കോർഡ് കൊണ്ടുവന്നാൽ സൈൻ ഒക്കെ കിട്ടും. പിന്നെ അല്ല മാം അങ്ങനല്ല, ഇപ്പൊ ഞമ്മ വന്നപ്പോ ഞമ്മ വൈവ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ മീൻ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ കൈമ വേണമെന്നുണ്ടോ? നെക്സ്റ്റ് ഈ ഓൺലൈനിൽ ഇതാക്കുമ്പോക്ക് കൊടുത്താലും മതിയോ? മീൻസ് ഞാൻ എന്ത് ഇല്ല, എനിക്ക് മനസ്സിലായി. പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വരുമ്പോ വൈവ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ പിന്നെ ഓൺലൈനില് വൈവ ഇല്ല കേട്ടോ. അവരുടെ വൈവ കഴിഞ്ഞു അതോടുകൂടി. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ഡീറ്റെയിൽസ് എല്ലാം അന്ന് തന്നെ കൊണ്ടുവരേണ്ടി വരുമല്ലോ മാം? റെക്കോർഡും സർവേ ഡീറ്റെയിൽസ് അതെല്ലാം വൈവ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ, ഫേസ് ടു ഫേസ് ചെയ്യുന്നെങ്കിൽ? ഫേസ് ടു ഫേസ് ചെയ്യുന്നവർക്ക് അന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ റെക്കോർഡ്, അസൈൻമെന്റ് ഇതെല്ലാം കൊണ്ടുവരണം. പിന്നെ ആക്ടിവിറ്റീസ് ഒന്നും കൊണ്ടുവരണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ഷോർട്ട് വീഡിയോയോ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. പേഴ്സണലി എനിക്ക് അയച്ചു തരണം. മെയിനായിട്ട് ചെയ്യുന്നവർ അത് കാണിക്കുമല്ലോ, ഡിസ്പ്ലേ ചെയ്യുമല്ലോ. നമ്മൾ വൈവ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആണെങ്കിലല്ലേ നമുക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. ഇപ്പൊ 4th വരുമ്പോ നമുക്ക് ഷെഡ്യൂൾ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ 4th വരുമ്പോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ സമയത്ത് കംപ്ലീറ്റ് ആയിരിക്കണം. ആ കംപ്ലീറ്റ് ആയിരിക്കുന്നതിനനുസരിച്ചായിരിക്കും മാർക്ക് ഇടുന്നത്. ഇനി വൈവയുടെ സ്ലോട്ട് ഇടുന്നു സെയിം. നവംബറിൽ വൈവയ്ക്ക് ഒരു ഡേറ്റ് കിട്ടി, 15 വിചാരിച്ചു, നവംബർ 15. പക്ഷെ ആ സ്ലോട്ടിൽ വൈവ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ വർക്കുകളൊന്നും കംപ്ലീറ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാം. മാർക്ക് അതിനനുസരിച്ച് കുറയുന്നേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല വൈവയ്ക്ക് വേണ്ടിയിട്ട്. കാരണം സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണ്ടേ. വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രയും സമയം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ത്രൂ ഔട്ട് നമ്മൾ ഓരോ വർക്കും തരുമ്പോൾ പറഞ്ഞു പെൻഡിങ് ആക്കരുത്, ചെയ്യണം ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വൈവയുടെ സ്ലോട്ട് കിട്ടുമ്പോൾ അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം, വർക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും. ഞാന് ഓൾറെഡി റെക്കോർഡ് വാങ്ങിയത് 1 സൈഡ് റൂൾഡും 1 സൈഡ് അൺറൂൾഡും ആയിട്ടുള്ളതാ വാങ്ങിയത്. അതിൽ ഓൾറെഡി ഞാൻ ഫസ്റ്റ് റെക്കോർഡ് പകുതിയോളം ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് റെക്കോർഡ് ഞാൻ അതിലാ ചെയ്തിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്കിതയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, റെക്കോർഡ് പ്ലെയിന് വേണം എന്നുള്ളത് പിന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് ഇനി മാറ്റി ചെയ്യണോ? ഓൾറെഡി ചെയ്തത് ചെയ്യണ്ട. കാരണം പ്ലെയിൻ പറയാൻ കാരണം കൂടുതൽ പിക്ചേഴ്സ് വരുന്നത് കൊണ്ടാണ് പ്ലെയിൻ വേണമെന്ന് പറഞ്ഞത്. ചിലർക്ക് കിട്ടാത്തവരുണ്ട്. അപ്പൊ കിട്ടാത്തവർക്ക് നമുക്ക് അങ്ങനെ നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിന് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് കുഴപ്പമില്ല, കാണുമ്പോൾ നമുക്ക് ആ ലൈൻസിന്റെ മുകളിലൂടെ പിക്ചർ വരുന്നേ ഉള്ളൂ. നമുക്കത് പിക്ചേഴ്സ് ഒട്ടിക്കുന്നത് അൺറൂൾഡില് ചെയ്താൽ പ്രശ്നമില്ലല്ലോ, എഴുതുന്നത് റൂളിൽ ചെയ്താലും. ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾ ഇനി ചെയ്തതിനെ ഒന്നും മാറ്റി ചെയ്യണ്ട. കാരണം അതിന് നമുക്ക് സമയമില്ല, വെറുതെ ടൈം കളയണ്ട. ചെയ്തത് അതുപോലെ തന്നെ ഇരിക്കട്ടെ, അത്രയും. ഓക്കെ ദെൻ. വേറെ ഒന്നുമില്ലല്ലോ. ഇതുണ്ടോ, സൈൻ ഔട്ട് ഉണ്ടോ? ക്ലാസ് എല്ലാം കഴിയുമ്പോ അയ്യോ അന്ന് സൈൻ ഔട്ട് ചെയ്യാമായിരുന്നു, ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞു. എന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പറഞ്ഞവരുണ്ട് കേട്ടോ. സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോ പറയും അയ്യോ മിസ് ഞങ്ങൾക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റി തന്നത്, ഞാൻ അതൊന്നും ഉപയോഗിച്ചില്ല, അന്ന് എനിക്ക് അതൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ കുട്ടികളുടെ കൂടെ എനിക്ക് ഡാൻസ് കളിക്കേണ്ടി വരുന്നു, ആക്ഷൻ സോങ് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയും. അതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓക്കെ ഫൈൻ. എനിവേ ഹാവ് എ നൈസ് ഡേ. നിങ്ങൾ സമാധാനമായിട്ടിരുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുക. എത്രയും പെട്ടെന്ന് വൈവ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ റിലാക്സ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ ബൈ. മാം ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ റെക്കോർഡ് ഉണ്ടല്ലോ, അതീന്ന് വൈവയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ സെക്ഷന്റെ നോട്ടായിട്ടാണല്ലോ നമ്മളിപ്പോ അത് എഴുതിയിട്ടുള്ളത്. അതീന്ന് ക്വസ്റ്റ്യൻസ് വൈവയ്ക്ക് നമ്മൾ ചോദിക്കുന്നുണ്ടോ? മീൻസ് എങ്ങനെയാന്ന് അറിയാം. റെക്കോർഡോ? 5th റെക്കോർഡില്ലേ മാം? റെക്കോർഡാണ് പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചോദിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ 4th അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും അല്ലേ? ഇൻ കേസ് വൈവ 4th അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് മുന്നേ കിട്ടും. 4th വന്ന് നമ്മളിത് പ്രാക്ടിക്കൽ എല്ലാം കഴിയുമ്പോഴാണ് വൈവ തുടങ്ങുള്ളൂ. ഓക്കെ മാം, താങ്ക് യു.
മാം 5th റെക്കോർഡിൽ പിക്ചർ അത് ഒട്ടിക്കാനുണ്ടോ മാം? അതെല്ലാരും ഡൗട്ട്. പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആ ഒരു ലിസ്റ്റ് തന്നിട്ട് PDF തന്നിട്ടുണ്ട് മാം ഈ പ്രാക്ടിക്കലിൻ്റെത്. പേര് ഞാൻ തന്നേക്കാം കേട്ടോ. പേരിന്റെ ഓർഡറിൽ നെയിം ലിസ്റ്റും തന്നേക്കാം. ആ പിക്ചറിന്റെ ഓർഡറിൽ അത് ഒട്ടിക്കുക. ഒരു പേജിൽ 2-3 ഒട്ടിക്കാൻ തോന്നുന്നു. ചെറിയ പിക്ചർ എടുക്കുന്ന സൈസ് അനുസരിച്ച്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുമല്ലോ മാം ക്ലാസ് റൂമിൽ? അപ്പൊ ഓക്കെ മാം. ആൻഡ് താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.